ചൈനയുടെ ഈ ഒരു ഇടപെടൽ, പൊതുവെ ചൈനയെ പറ്റി പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യം എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. ഇപ്പോൾ തന്നെയും യഥാർത്ഥത്തിൽ ഏഷ്യൻ ശക്തികൾ ചൈന, ഇന്ത്യ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ലോകത്ത് അതൊരു വലിയ അച്ചുതണ്ടാണ്, ഒപ്പം റഷ്യ കൂടി വന്നാൽ. പക്ഷേ ഒരു പരസ്പര വിശ്വാസമില്ലായ്മയാണ് അതിലേക്ക് എത്താതിരിക്കാനുള്ളൊരു കാരണം. റഷ്യയുമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ ചൈനയുമായിട്ടൊരു ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതിൽ ഇങ്ങനെ ഒരു അവിശ്വാസ്യത കിടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇതിൻ്റെ അഭിപ്രായം ഒരു പൊതുവികാരത്തിന് വളരെ എതിരായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞോട്ടെ. ഇതിനെപ്പറ്റി കുറച്ച് വായിച്ചിട്ടുള്ള ഇതാണ്, ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്ക് ചൈനയെ പറ്റിയുള്ളൊരിത് 1962 യുദ്ധമാണ്. ചൈന നമ്മളെ ചതിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിൽ നമ്മൾ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, നമ്മുടെ ഏതെങ്കിലും പ്രദേശം ചൈന കൈയടക്കി വെച്ചിട്ടുണ്ടോ? നമ്മൾ പറയുന്നത് അക്സായ് ചിൻ കൈയടക്കി വെച്ചിട്ടുണ്ട്. അക്സായ് ചിൻ എന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായത്. ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചരിത്രം നോക്കുമ്പോൾ എത്ര വർഷം പുറകിലേക്കോ നമുക്ക് ബ്രിട്ടീഷ് ഭരണത്തിലാണല്ലോ ഒരു മോഡേൺ ഇന്ത്യ ഉണ്ടായത്. അതിനു മുമ്പ് ഒരു ഡൽഹി ഭരിച്ച ഒരു സുൽത്താനും സദേൺ ഇന്ത്യ കോൺകർ ചെയ്തിട്ടില്ല. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഇന്നത്തെ ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണത്തെ കാലത്ത് എന്നാണ് കാശ്മീർ ബ്രിട്ടൻ്റെ ഭാഗമായത്, അല്ലെങ്കിൽ ആ എംപയറിൻ്റെ ഭാഗമായത്? 1842. അപ്പോൾ അതുവരെ അതിനുശേഷം എപ്പോഴെങ്കിലും അക്സായ് ചിൻ ഇതിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്? ഇല്ല എന്നാണ് ആ ഉത്തരം. അപ്പോൾ അക്സായ് ചിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടൻ കണ്ടിട്ടില്ല. 1947 ബ്രിട്ടൻ ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള മാപ്പിൽ ആ ഒരു ഏരിയ ബൗണ്ടറി അൺഡിമാർക്കേറ്റഡ് എന്നാണ് കൊടുക്കുന്നത്. നമ്മൾ 1950 ആദ്യത്തെ മാപ്പിലും ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത്. കിഴക്ക് വശത്ത് മക്മഹോൺ ലൈൻ ഉണ്ട്, അത് ചൈന അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതവർ കിടക്കുന്നില്ല. പക്ഷേ ഈ കാശ്മീർ ഹിമാലയാസിലെ ലഡാക്ക് പ്രദേശത്ത് അക്സായ് ചിന്നിൽ അവരുടെയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. 1954 നമ്മളെ മാപ്പ്, ഇന്ന് ഇന്ത്യയിൽ ഇത് കാണുന്ന മാപ്പ് വരയ്ക്കുന്നത്, അതിൽ അക്സായ് ചിൻ നമ്മുടെയായിട്ട് കാണിക്കുന്നു. അന്ന് അക്സായ് ചിന്നെ സംബന്ധിച്ച് ചൈനയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അന്ന് ചൈനീസ് മെയിൻലാൻഡിൽ നിന്ന് ടിബറ്റിലേക്കുള്ള ഏക ഓൾ വെതർ റൂട്ട് ഇന്ന് മാറിയിട്ടുണ്ട്, അക്സായ് ചിൻ വഴിയായിരുന്നു. അത് അടയ്ക്കുന്നതിനോട് അവർക്ക് വലിയ വിഷമമുണ്ട്. അത് ഇന്ത്യക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല. അപ്പോൾ പല പ്രാവശ്യം ചർച്ചകളിൽ അവർ പറഞ്ഞാണ് നമുക്ക് ഫൈനലൈസ് ചെയ്യാം, അക്സായ് ചിൻ ഞങ്ങളുടെ ഭാഗത്ത്, ഈ പറയുന്ന മക്മഹോൺ ലൈൻ ഇപ്പുറത്തും ഇരിക്കട്ടെ. പക്ഷേ അത് ഇന്ത്യ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതുകഴിഞ്ഞ് നമ്മുടെ ഫോർവേഡ് പോളിസി കാരണമാണ് യുദ്ധം ഉണ്ടായത്. എവിടെയാണ് ഇവിടെ അവിശ്വാസ്യത വരിക? പിന്നെ 50 വർഷം മുമ്പ് ഒരു യുദ്ധമുണ്ടായി. ചൈന മക്മോഹൻ ലൈൻ കഴിഞ്ഞ് ആസാമിൻ്റെ പടിവാതിക്കലെത്തിയിട്ട് അവർ മടങ്ങിപ്പോയി. ശരിയാണല്ലോ, ഇത് ഡോക്യുമെൻ്റഡാണ്. ബോംദില എന്ന സ്ഥലം കഴിഞ്ഞ് ചാക്കു വരെ വന്നിട്ടാണ് അവർ പുറയിലേക്ക് പോകുന്നത്. അക്സായ് ചിനിൽ അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ അവർ കയ്യിൽ വെച്ചിട്ടുണ്ട്, അത് മാറിയിട്ടില്ല. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. 1950 തൊട്ട് 1975 വരെ അമേരിക്ക ഏറ്റവും അധികം ബോംബിട്ട സ്ഥലമാണ് വിയറ്റ്നാം. ഏജൻറ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഇറങ്ങിയ ബോംബുകളിട്ടാണ്. അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ നല്ല ബന്ധം സാധിക്കുന്നുണ്ടോ? 78 ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചിട്ടുണ്ട്. ചൈനയും വിയറ്റ്നാമും തമ്മിൽ നല്ല ബന്ധം സാധിക്കുന്നുണ്ടോ? അപ്പോൾ ചില സമയത്ത് നമ്മൾ പഴയ കാര്യങ്ങൾ മറക്കണം. അമേരിക്കയും ജപ്പാനും തമ്മിൽ പോലും ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. അപ്പോൾ നമ്മളും അത് മറക്കേണ്ട ആവശ്യമുള്ള മറക്കണം. കാരണം ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാനുമായിട്ടുള്ള വെല്ലുവിളിയൊന്നും വരില്ല. ചൈന എന്തുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു? കാരണം ഇന്ത്യയെ തടുത്തിടാനായിട്ട്. ചൈനയുടെ ഇൻട്രസ്റ്റ് നമ്മുടെ ഒരു ഗ്ലോബൽ ഇതിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ജപ്പാനുണ്ട്, കൊറിയയുണ്ട്, ഇവരുമായിട്ടൊന്നും അത്ര നല്ല ബന്ധത്തിലല്ല. അമേരിക്കയുണ്ട്. അപ്പോൾ ഇതെല്ലാം അവർക്ക് പ്രധാനമായിട്ട് അവർ കാണുന്ന എതിരാളികൾ, വാണിജ്യ കാര്യങ്ങളിലായാലും സ്ട്രാറ്റജിക് റീസൺസിലായാലും. അപ്പോൾ അവർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യ തടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയധികം പൈസ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനും ആയുധ മത്സരത്തിനും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കിക്കൂടെ? അപ്പോൾ ചൈനയായിട്ടുള്ള ബന്ധത്തിലൊരു പുനർവിചിന്തനം വേണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ എപ്പോഴൊക്കെ ഇത് ഒന്ന് നന്നാക്കാൻ നോക്കുന്നു അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ദോക്ലാമിൽ പ്രശ്നമുണ്ടായി, ഗാൽവാന് പ്രശ്നമുണ്ടായി. നമ്മുടെ സൈനികരുടെ രക്തം ചിന്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ബന്ധം വേണമെന്ന് പറയാൻ സാധിക്കും. പിന്നോട്ട് മാറാൻ കഴിയില്ല. കാരണം അവർ അവിടെ പോയിട്ട് നമ്മുടെ അതിർത്തി കാക്കുന്നത് ആ ഒരു ഫിയർ സ്പിരിറ്റോട് കൂടി ചെയ്യുന്ന മാതൃരാജ്യത്തിലുള്ള ഇതുകൊണ്ട് അർപ്പണബോധമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇനി നല്ല ബന്ധം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതില്ലാത്ത സാഹചര്യങ്ങൾ വരുത്താനായിട്ട് എല്ലാവരും കൂടി ശ്രമിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏഷ്യൻ സെഞ്ചുറിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും.
ഈ അമേരിക്കയുടെ നിലപാട്, നമ്മളുമായിട്ടുള്ള നിലപാട്, എനിക്ക് തോന്നുന്നു ചൈനയെ തടുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് നമ്മളുമായിട്ടൊരു അടുപ്പം സൂക്ഷിക്കുകയാണോ, അങ്ങനെയാണോ? നേരത്തെയൊക്കെ ഇപ്പോൾ പാകിസ്ഥാൻ വിഷയത്തിൽ 71 സോവിയറ്റ് യൂണിയനാണ് നമുക്ക് അനുകൂലമായിട്ട് നിന്നത്, അമേരിക്ക പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിന്നത്. പക്ഷേ ഇപ്പോൾ ചൈനയെ കണ്ടിട്ടാണോ ഈ അമേരിക്കയുടെ ഇന്ത്യ പോളിസി? ആണ്. 2 കാരണങ്ങൾ നമുക്കിതിന് പറയാം. ഒന്ന്, ചൈന വളരെ പെട്ടെന്ന് വലുതായി. വളരെ പെട്ടെന്ന് വലുതായി എന്ന് മാത്രമല്ല, അവർ ഒരു വൻ ശക്തിയായി വന്നു. 2, അമേരിക്കയുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കാതെ, കാരണം ചൈനയുടെ വളർച്ചയിൽ ഏറ്റവും സഹായിച്ച അമേരിക്കയാണ്. 1971 ചൈനയെ കൊണ്ടുവന്നതിന് ശേഷം 80കളിൽ ഒരു ഓപ്പൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയധികം ഔട്ട്സോഴ്സിങ്ങും ബിസിനസ്സും എല്ലാം കൊടുത്തത് അമേരിക്കയാണ്. അവരെ WTOയിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാം നടത്തി. അപ്പോൾ ഒരു 2008 ഒളിമ്പിക്സ് നടക്കുന്ന സമയം വരെ അമേരിക്കയും ചൈനയും തമ്മിൽ അത്ര നല്ല ബന്ധം, ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നല്ല ബന്ധമായിരുന്നു. ആ ബന്ധത്തിലൊരു വിള്ളൽ വീണിട്ടില്ല. നമ്മുടെ സിവിൽ ന്യൂക്ലിയർ ഡീൽ ആദ്യം ചൈന എതിർത്തിരുന്നു, പക്ഷേ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ ആ എതിർപ്പ് പിൻവലിച്ചത്. അപ്പോൾ അത്രയ്ക്കൊരു നല്ല ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. ഷീ ജിൻപിങ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. അതുപോലെ അമേരിക്ക ഒരു വിശ്വാസക്കുറവ് വന്നിട്ടുണ്ട്, കാരണം ഇത്രയ്ക്ക് ഒരു വലുതാവണ്ടെന്നുള്ളൊരിത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചൈന ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി അല്ല. പിന്നെ അവർക്കെതിരെ അമേരിക്ക ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതായത് IPR വയലേഷൻസ്, അത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഐഫോൺ മുഴുവൻ അവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐഫോണിൻ്റെ ആ ടെക്നോളജി എടുത്ത് വേറെ ഇടത്തേക്ക് അവർ തന്നെ വേറെ ഫോൺ ഉണ്ടാക്കി അയക്കുകയാണെങ്കിൽ ഐഫോൺ ആ ടെക്നോളജി മുഴുവൻ നശിച്ചു പോകില്ലേ. അപ്പോൾ IPR വയലേഷൻസ് അമേരിക്കൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടൊരു മാറ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് അമേരിക്ക ചൈനയ്ക്കെതിരെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റി, നമ്മുടെ ഒരു സ്ട്രക്ചറും വെച്ചുകൊണ്ട് ഇറ്റ് ഈസ് ഈസിയർ ടു ഡു എന്ന് അവർ കാണുന്നുണ്ടോ. അപ്പോൾ ഒന്ന്, ഒരു സാമ്പത്തിക കാര്യങ്ങൾക്ക്, 2 സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, അതുകൊണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട്. പിന്നെ പാകിസ്ഥാനായിരുന്നു അമേരിക്കയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു ചങ്ങാതി എന്ന് വിളിക്കാവുന്ന സഖ്യകക്ഷി. പാകിസ്ഥാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ടെററിസ്റ്റ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ലൈനിലേക്ക് പോവുകയും ചെയ്തു. ചൈനയുമായിട്ട് അടുപ്പം ഉണ്ടാക്കുകയും ചെയ്തു. ചൈനയായിട്ട് അടുപ്പമുണ്ട്. ചൈനയായിട്ടുള്ള അടുപ്പം ചൈനയും പാകിസ്ഥാനും പിന്നെ ഇന്ത്യയുള്ള പൊതുശത്രുത കൊണ്ടാണ്. ആ പൊതുശത്രുത മാറ്റിക്കഴിഞ്ഞാൽ ഇവർ ഇക്വേഷനിൽ നിന്ന് പോവില്ല എന്നുള്ളതാണ് ചോദ്യം. എളുപ്പമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ ഒരു ഇതിൽ അമേരിക്കയായിട്ട് നമുക്കുള്ള നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ചൈനയായിട്ട് ഒരു നല്ല ബന്ധത്തിന് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടിയിരിക്കുന്നു.